ഇന്ത്യ ആദ്യമായി ഔദ്യോഗികമായി ഒരു റെഡ് ടീം സ്ട്രാറ്റജി യൂസ് ചെയ്തു എന്നാണ്. അതായത് ഒരു വലിയ യുദ്ധം നടക്കുന്നതിൽ നിന്ന്, ഒരു യുദ്ധം വലിയ തോതിൽ വ്യാപിക്കുന്നതിൽ നിന്ന് തടയാൻ എവിടം വരെ പോകാം എന്ന് നമുക്ക് ഗൈഡൻസ് തന്നത് ഈ ഒരു റെഡ് ടീം സ്ട്രാറ്റജി ആണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? ഇന്ത്യയുടെ സംയമനം ലോകത്തെ രാജ്യങ്ങൾ വലുതായിട്ട് അംഗീകരിച്ചു. നമ്മൾ കൃത്യതയോടെ അടിച്ചു, വേണ്ടടത്ത് മാത്രം അടിച്ചു, ജനങ്ങൾക്ക് നാശമുണ്ടാക്കിയില്ല, വലിയ തോതിലുള്ള പാകിസ്ഥാൻ മിലിറ്ററിക്ക് നാശമുണ്ടാക്കിയില്ല, കറാച്ചി തുറമുഖം ആക്രമിക്കും എന്ന് പറഞ്ഞതല്ലാതെ ആക്രമിച്ചില്ല. ചില യുദ്ധക്കപ്പലുകൾ, ഇപ്പൊ രണ്ടാമത്തെ യുദ്ധക്കപ്പലുകൾ, രണ്ടാമത്തെ വിമാനവാഹിനിയെ വളരെയധികം മുന്നോട്ട് കൊണ്ടുവരുന്ന പാകിസ്ഥാൻ തുറന്ന യുദ്ധത്തിലേക്ക് വന്നേനെ. അപ്പൊ അത് ചെയ്തില്ല. ചില കപ്പലുകളെ മറ്റേ സൈഡിലേക്ക്, നമ്മുടെ കിഴക്കൻ തീരത്തേക്ക് മാറ്റി. അപ്പൊ ഇങ്ങനെയൊക്കെ വലിയ തന്ത്രങ്ങൾ ഇന്ത്യ ഉപയോഗിച്ചു. ഇത് അറിയണമെങ്കിൽ ഇതിന്റെ പ്രിഫറൻസ് നമുക്കറിയാം. ഈ ഫോർമുല 1 കാർ റേസിൽ ഈ ടയർ മാറ്റുക എന്ന് പറഞ്ഞാൽ കമ്പൽസറിയാണ്. ആ ടയർ വരുമ്പം എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ആ ടയറിന്റെ ഏതാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്ത് ടയർ മാറ്റി വെറും 5, 10, 15 സെക്കൻഡ് കൊണ്ട് ആ വീണ്ടും വണ്ടി പോകുന്നത് പോലെ അത്ര പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഒരു യുദ്ധം ജയിക്കാൻ ഇത്രയും പെട്ടെന്ന് 3 ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു രാജ്യത്തിന്റെ ആർമിയെ തകർത്ത് തരിപ്പണമാക്കി അവരെ കീഴടങ്ങുന്നതിന് പ്രേരിപ്പിക്കാനുള്ള ചെയ്തത് ഈ റെഡ് ടീമിന്റെ സഹായമാണെന്ന് പറയപ്പെടുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.